ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ ഷോർട്സ് എന്താണെന്ന് ഇതിന് മുന്നേ ഉള്ള ഷോർട്സ് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മളിപ്പോൾ നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇത് എല്ലാവരും റെഡി ആയിട്ട് ടാക്സിയിൽ നമ്മൾ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നേരെ ട്രെയിനിൽ കയറി നമ്മൾ നാട്ടിലേക്ക് പോകാൻ പോവാണ്. അതും 1 വർഷത്തിന് ശേഷമാണ് കേട്ടോ നാട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റേതായ എക്സൈറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഇങ്ങനെയുണ്ട്. ഇനിയിപ്പോൾ സ്റ്റേഷനിൽ എത്തിയിട്ട് കാണാം. ഞാൻ ഓൾമോസ്റ്റ് ഒരു 2 hours യാത്രയ്ക്ക് ശേഷം നമ്മൾ ദേ സെൻട്രൽ സ്റ്റേഷൻ അടുത്തെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ കാണുന്ന ഈ ഒരു റെഡ് കളർ ബിൽഡിംഗ് ആണ് നമ്മുടെ MGR ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് 7:30 ട്രെയിന്. അങ്ങനെ നമ്മൾ ടാക്സിയിൽ നിന്ന് ഇറങ്ങി ഇതേ സെൻട്രൽ സ്റ്റേഷനുള്ളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ദേ ഇവിടെ വന്ന് നമ്മൾ ലഗേജ് ഒക്കെ വെച്ചിട്ട് ശ്യാം ഒരു ചായയൊക്കെ കുടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് മാത്രമല്ല നമ്മൾക്ക് ഇവിടെ ടൈമിംഗ് ഇവിടെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യും. നമ്മുടെ ട്രെയിൻ ഏത് പ്ലാറ്റ്ഫോമിലാണ് പിടിക്കുന്നതെന്നൊക്കെ ഉള്ളത് ഈ ഒരു സ്ക്രീനിലാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മളെ ഡിസ്പ്ലേയിൽ വരാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് സ്റ്റേഷൻ്റെ ഉൾവശം. ഒരുപാട് ആളുകൾ ഇതുപോലെ ടൈമിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫൈനലി നമ്മുടെ ട്രെയിൻ ഏത് പ്ലാറ്റ്ഫോമിലാണ് പിടിക്കുന്നത് എന്നുള്ളതൊക്കെ കാണിച്ചു. അപ്പോൾ നമ്മൾ നേരെ ആ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ നമ്മുടെ ട്രെയിൻ അവിടെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഉള്ളിൽ ക്ലീനിങ് നടക്കുന്നതുകൊണ്ട് തന്നെ ഡോറൊന്നും ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു ക്ലീനിങ് പ്രോസസ്സ് കഴിയുന്നവരെ നമ്മൾ പുറത്ത് വെയിറ്റ് ചെയ്തു. കുറച്ച് നേരത്തെ വെയിറ്റിന് ശേഷം ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ ഉള്ളിൽ കയറി ലഗേജ് ഒക്കെ വെച്ചിട്ട് നമ്മൾ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അന്നുബേബി ശ്യാമും ദേ അപ്പർ സൈഡിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അവരിതേ അവിടെ ഇരുന്ന് ഇങ്ങനെ ഹായ് ഒക്കെ പറയുന്നുണ്ട്. അന്നു ഇങ്ങനെ ഹായ് ഒക്കെ ഇങ്ങനെ കണ്ടിന്യൂസ്ലി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്യാമ ഞങ്ങളുടെ ട്രെയിൻ എടുക്കുന്നവരെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാന്ന് വെച്ചിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഫൈനലി ട്രെയിൻ എടുക്കാൻ ടൈമായി. ശ്യാമതേ ബായി ഒക്കെ പറഞ്ഞിട്ട് പോവാണ് കേട്ടോ. ഞങ്ങൾക്ക് ബായി ഒക്കെ തന്ന് പുള്ളിക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ. അതിനായിട്ട് അന്നുബേബിയൊക്കെ ഇല്ലാതെ വീട്ടിൽ നിൽക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒറ്റയ്ക്ക്. ഞങ്ങളോട് നോക്കിക്കോണം, നൈറ്റ് സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് ആളിതേ പോവാണ്. നല്ല വിഷമിച്ചാണ് പോയത്. കറക്റ്റ് ടൈം ആയപ്പോൾ ട്രെയിനും എടുത്തു. നമ്മൾ ചെന്നൈയോട് ബൈ ബൈ പറഞ്ഞ് പോവാണ്. സങ്കടം ഉണ്ടെങ്കിൽ കൂടിയും നമ്മൾ നാട്ടിലേക്ക് വരുന്നതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെന്റ് ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു സങ്കടത്തിനെ അങ്ങനെ അങ്ങ് കവറപ്പ് ചെയ്തു. ട്രെയിൻ നീങ്ങി തുടങ്ങി, നല്ല രീതിയിൽ സ്പീഡ് പിടിച്ചു. പിന്നെ ഫുഡ് കഴിക്കുന്നതിന് കുറച്ച് നേരം മുന്നേ വരെ ഗെയിം കളിക്കാനായിട്ട് അന്നുബേബി ദേ ഇവിടെ ഈ ഒരു വീഡിയോ ഗെയിമും അക്കു ദേ മൊബൈലിലൊക്കെ ഗെയിം കളിച്ച് കുറച്ച് നേരം ടൈം ഇങ്ങനെ സ്പെൻഡ് ചെയ്യാണ്. ഞാനും ഇങ്ങനെ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട്, രാത്രി ടൈം ആയതുകൊണ്ട് തന്നെ വളരെ വലിയ കാഴ്ചകളൊന്നും ഇല്ല, എന്നാലും കുറച്ച് പുറത്തുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ നോക്കി കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു. പിന്നെ 8:30 ഒക്കെ ആയപ്പോഴേക്കും നമ്മൾ ഡിന്നർ കഴിക്കാനായിട്ട് എടുത്തു. നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഫുഡ് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിട്ടായിരുന്നു. അന്നുബേബിക്ക് കേർഡ് റൈസ് മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ കേർഡ് റൈസ് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കും അക്കുവിനും ഞാൻ ചപ്പാത്തിയും അതുപോലെ അതിന് കൂടെ കഴിക്കാനായിട്ട് എഗ് കറിയുമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതും റെഡിയാക്കി കൊണ്ടുവന്നു. അങ്ങനെ പിന്നെ എല്ലാവരും കഴിച്ചു. ഞാനും കഴിച്ചു. അന്നുബേബി ഇവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്നുബേബി ഇങ്ങനെ എൻജോയ് ചെയ്ത് ഇങ്ങനെ കഴിക്കുകയായിരുന്നു. അങ്ങനെ ഡിന്നറൊക്കെ കഴിഞ്ഞത് ഞങ്ങൾ കിടക്കാനായിട്ട് പോയിരുന്നു. അപ്പോൾ രാവിലെ നാട്ടിലെത്തും എന്നുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങൾ കിടക്കാൻ പോകുന്നത്. രാവിലെ ഉടനെ നീക്കുമ്പോൾ നമ്മൾ നാട്ടിലായിരിക്കും എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റിൽ നമ്മൾ നിർത്തുകയാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.